خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. السلام عليكم ورحمة الله. لا إله إلا الله 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 الله أكبر 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 الله. സൈനബാ സൈനബോ നേരം വെച്ചാകുമ്പത്തിന് കണ്ണ് കാറല്ലേ മനസ്സാ ഇജാ പുട്ട് ചുട്ടൊക്കെ ഒന്ന് കൊണ്ടൊക്കെ വരാല. എന്റെ പുന്നാര മോന്ന് നീച്ചാലുണ്ടല്ലോ ഒരു തരി പുട്ട് കച്ചവടത്തിനിട്ടൂല. നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ ഇപ്പടെത്തും. ബാക്കിയുള്ളവർക്ക് സലാം കിട്ടിയ ഓർമ്മയുണ്ട്. കച്ചവടത്തിന്റെ കാര്യമായോണ്ട് നിസ്കാരത്തിലൊന്നും ശ്രദ്ധിക്കാനും പറ്റണില്ല. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇതെന്താ സലാം എറിഞ്ഞിട്ടിച്ച? അല്ല ഇത് പത്രത്തിലല്ല പോകാം. ആ ചെറുക്കനെ കാണുന്നില്ലല്ലോ. ആ വരുന്നുണ്ട്. അല്ല പൊണ്ണങ്ങരക്കാർക്ക് ചൂടുള്ളൊരു വാർത്ത ഉണ്ടല്ലോ. നല്ല റേഡിയോയിൽ എന്നാണ്ട് ഓഫായി കാണും. ഇങ്ങോട്ട് കേട്ടെ, ഞാൻ വായിച്ചു തരാം. അടിപിടി കേസിൽ അറസ്റ്റിൽ. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇന്നലെ ഉണ്ടായ അടിപിടി കേസിൽ തല്ലിപ്പൊളി ജബ്ബാർ എന്ന ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തക്കുന്നിലെ തുണി വ്യാപാരിയായ സുകുമാരൻ നായർ കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതെ, ഓൻ തന്നെ. ഇങ്ങളാണ് വായിച്ചാണി. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ സുകുമാരൻ നായരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പും പല അടിപിടി കേസിലും പ്രതിയായിരുന്നു ജബ്ബാർ. വാലൈക്കും സലാം. മുല്ലാക്ക അത് കണ്ടോളി. ജബ്ബാറിനെ പോലീസ് പിടിച്ചു. വെറുതെ നടക്കുന്നതിനൊന്നും പോലീസ് പിടിക്കൂലല്ലോ. നിങ്ങൾ വായിച്ചൊക്കെ ഞാൻ കേട്ടു. ഒന്നിനാത്രം പോകുന്ന മക്കള് ഇങ്ങനൊക്കെ ആയ തന്തിയും തള്ളി എന്താ കാട്ടുക? പടച്ചോ ഓന് നല്ല ബുദ്ധി തോന്നിക്കട്ടെ. മൊല്ലാക്ക നിങ്ങൾ ബേജാറാണ്ട, ചായ കുടിക്കും.
ഈ മൊല്ലാക്കാൻ്റെ ഒരു അവസ്ഥയെ നല്ലൊരു ആൺകുട്ടിയുള്ളത് ഇങ്ങനെ 2 പെൺകുട്ടികളിൽ ഒന്നിനെ കെട്ടിച്ചെന്നേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ, ഒരു കുട്ടിയായപ്പോഴത്തേന് ഓൻ പോയില്ലേ? ഓന് തോന്നുമ്പോ ഒക്കെ ഓൻ കേറി വരും. അല്ല അപ്പൊ ഈ ജബ്ബാർ കുടുംബമൊക്കെ നോക്കാത്ത കുട്ടിയാ? ഓൻ പെരേക്ക് എന്നിട്ടൊരു കൊല്ലായി. ഓൻ മര്യാദക്കാൻ എത്ര നന്നായിനി. ഇനിയിപ്പൊ കെട്ടിക്കാൻ വേറൊന്നുണ്ടല്ലോ. ചെലവിനൊക്കെ ഐറ്റങ്ങളെന്താ കാട്ടണാവും. ഈ പള്ളിന്ന് കുട്ടണോണ്ടൊക്കെ ഒത്തുപോവോ? ഒത്തുപോയി കാരം എത്തപ്പ കാട്ടുക. പുള്ളിച്ചിക്കോഴി മുട്ടല്ലേ? മോളെ സാബിറ എവിടുത്തു? കുട്ടി നീച്ചല്ലേ? ഓ നീച്ചിട്ടില്ല. ഇന്നലത്തെ ആ പനീന്റെ ക്ഷീണാണെന്നാ തോന്നണ്. നല്ല ഉറക്കാണ്. എന്തേപ്പാ നിങ്ങക്കൊരു ക്ഷീണം പോലെ? ഒന്നുമില്ലമ്മ. സെലി എടുത്തു. ഓള് കോയിനെ വിടുക. സെലിയേ അന്നതാ ബാപ്പ വരുന്നു. ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്ത ഉണ്ട്. നിങ്ങളെക്കാക്കാനെ പറ്റി. ഇക്കാക്കാക്ക് എന്താ പറ്റിയേ? ഓനൊന്നും പറ്റിയിട്ടില്ല. ഓൻ പറ്റിച്ചതാ. നിലമ്പൂർ ചന്തക്കുന്ന് അങ്ങാടിയില് തല്ലുണ്ടാക്കിയിരുന്നു. പോലീസ് പിടിച്ചിരുന്നു. പോലീസുകാർ ഇക്കാക്കാനെ തല്ലൂലേ? നിങ്ങൾ ഒന്ന് പോയി നോക്കിയാണ്. മുമ്പ് 1-2 തവണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോയതാണല്ലോ. അതൊന്നും ഓൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കുത്തിപ്പിടിച്ച് അവിടെ എത്തുമ്പോത്തിന് ഓൻ ഇറങ്ങിയിട്ടുണ്ടാവും. പോലീസ് ജയിലിൽ നിന്നൊക്കെ പറഞ്ഞാലും ഞമ്മക്കല്ലേ ബേജാറുള്ളൂ. ഓനിപ്പോ എന്താ? ഓനെ തല്ലിക്കാനും തല്ലിച്ചിറക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഒന്ന് പോയി നോക്കിക്കോളി. ഇങ്ങള് വെറുതെ ബേജാറാണ്ട മക്കളെ. ഓൻ എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരും. എനിക്ക് പതിനേക്കാളിലും വലിയ സങ്കടം എൻ്റെ കാര്യത്തില്. മനാഫ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത്താത്തി ബാപ്പി അതും ഇതും ഓർത്ത് വെറുതെ മനസ്സ് ബേജാറാക്കല്ലേ. അല്ല, നമ്മളെന്തിനാ അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത്? പടച്ചോ വിചാരിക്കണ ഒക്കെ നടക്കും. വല്ലിപ്പച്ചി എന്തിനാ കരയണത്? എന്റെ ഉപ്പച്ചി വരാഞ്ഞിട്ടാ? അത് സാരല്ല. മോളെ, ഇവന്റെ പനി ശരിക്കും കണ്ട് വിട്ടിട്ടില്ല. ഇപ്പോഴും നല്ല ചൂടാ. ഇവൻ ആ റെയിൻ ഡോക്ടർ ഒന്നുകൂടെ കാണിക്കണം. കണ്ണം നോക്കട്ടെ. ഇനി നാവൊന്ന് കിട്ടിക്കേ. ആ നാവിട്ട്. ശ്വാസം വലിച്ചേ. വലിക്കേ. ഒന്ന് തിരിഞ്ഞിരുന്നേ. വലിക്കേ. രണ്ട് മണിക്കൂർ ഇടവിട്ട് ഞാൻ തന്ന ഗുളിക തന്നെ കൊടുക്കണം. ബാപ്പയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? അല്ല, മനാഫിപ്പ അടുത്തെങ്ങാനും വന്നിരുന്നോ? വന്നിട്ടൊരു മാസായി. എവിടെയാന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല.
എന്നാ ശരി, ഇത് കൊടുത്താൽ മതി. ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. എന്താ കോയെ പ്രശ്നം? ഡോക്ടറെ, കോമു പിന്നെയും പണി പറ്റിച്ചു എന്നാ തോന്നണേ. നമ്മുടെ കോമു വീണ്ടും ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ? ഞാൻ അങ്ങോട്ട് വരാം. അല്ല ഡോക്ടറെ, തീർന്നോ? ഒരനക്കവും കാണണില്ല. കോമല്ലേ, അത്ര പെട്ടെന്നൊന്നും തീരില്ല. ആത്മഹത്യ പറ്റിക്കൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മൊല്ലാക്കാനെ വിളിക്കണ്ടേ? കബർ കുത്തണ്ടേ? എന്താ കോമു, ഇനിയും നിർത്താറായില്ലേ ഈ തൂങ്ങിച്ചാവലും വിഷം കുടിക്കലും ഒക്കെ? ഓലക്കൊണ്ടല്ലോ ഓളെ 3-4 അടി ഞാൻ ഈ പെരടി കൊണ്ട് തർത്ത്. ഓളോ? ആര്? ഇഞ്ച പെണ്ണുങ്ങളെ. ഓളേത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, അതും ശരിയാണ്. അല്ല, എന്നാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്തേ ഉണ്ടായേ? അങ്ങനെ ചോദിക്ക്. ഒരു പേപ്പർ വായിച്ചാ ഓളിങ്ങനെ കാട്ടിയത്. പത്രം വായിച്ചിനു? അതെന്തായാലും ഉണ്ടാവില്ല, കാരണം എനിക്ക് പേപ്പർ വായിച്ചാൽ അറിയില്ലോ. ഞാനല്ല, എന്റെ പെണ്ണുങ്ങളാ വായിച്ചത്. നജ്ജൊന്ന് പെട്ടെന്ന് പറഞ്ഞു വലത്തേക്ക. എവിടെയോ ഒരാൾ ഒരു സൈക്കിൾ വേണ്ടിട്ട് ഓന്റെ പെണ്ണുങ്ങളെ വിറ്റോലോ. എന്നിട്ട് ഓൾ ഇന്നോടൊരു ചോദ്യം, നിങ്ങളാണെങ്കിൽ അതിനെന്താ മറുപടി പറഞ്ഞത്? ഞാൻ അങ്ങനെ കാട്ടൂലെന്ന് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം തന്നെ ഒലക്കൊണ്ട് കുത്താന്? ഇത് തിടക്കം കാട്ടല്ലേ ചങ്ങായി. ഞാൻ പറയട്ടെ, മിനിമം ഒരു സ്കൂട്ടറെങ്കിലും കിട്ടാതെ ഞാൻ നിന്നെ കൊടുക്കില്ല. അത് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഈ പരുവത്തിലായി. പിന്നെ ഓളൊരു കാര്യം കൂടി ചെയ്തു. അത് കേൾക്കണം നിങ്ങൾക്ക്. എന്റെ തുണി കുപ്പ എടുത്തൊരു ഒറ്റേറം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഓക്ക് നല്ല ആരോഗ്യം തന്നെ. അല്ല, ഒരു തുണി കുപ്പ എടുത്തറിയപ്പോ എത്ര ആരോഗ്യം വേണോ? അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓളോട് പ്രതികാരം ചെയ്യാനാ ഞാൻ തൂങ്ങാൻ പോയത്. എന്നാ ഓളെ പോലീസ് പിടിച്ചോലോ. അതിപ്പോ ഇങ്ങനെയായി. ഈ കോമുവിനെ രക്ഷിക്കാൻ പോയ എന്നെ ചവിട്ടാനാളായിട്ടാ. അതിനിപ്പോ ഇനി ആളില്ലായിട്ട് വിഷമിച്ചേണ്ട. അത് നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കണ്? അത് നമ്മുടെ കോമു അല്ലേ? ഒന്നാണ് തന്നാ കാണണ്ടല്ല.